ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫൈലം എക്കൈനോഡെർമേറ്റയാണ് ട്ടാ. എക്കൈനോഡെർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലടങ്ങിയിട്ടുള്ള ഒരു ഫിഷാണ് സ്റ്റാർ ഫിഷ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ ഇതിന്റെ ശരീരത്തിന്റെ മുകളിൽ ഒരുപാട് മുള്ളുകൾ കാണാം. മുള്ളുകൾ അല്ലെ, ഒരു മുള്ള് പോലത്തെ കുറെ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. അത് ഈ മുള്ളിന് നമ്മൾ എക്കൈൻ എന്നാ പറയാ, എക്കൈൻ. ഡെർമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈസത്തെ? ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിന്നിന്റെ ആ അതെ, സ്കിന്നിന്റെ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് അല്ലെ. ഡെർമ എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്കിൻ എന്നാണ്. അപ്പോ ഇവരുടെ സ്കിന്നിന്റെ മുകളിൽ മുള്ളുകളുണ്ട്, എക്കൈനുകളുണ്ട്. എക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുകളാണ്. അത് കാരണം കൊണ്ട് സ്റ്റാർ ഫിഷിന്റെ ഫൈലത്തിന് വിളിക്കുന്ന പേരാണ് എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റ. പിന്നെ ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചതാട്ടാ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർ ഫിഷിനെ നമുക്ക് സെൻട്രിൽ കൂടെ എങ്ങനെ വെട്ടിക്കഴിഞ്ഞാലും ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടും അല്ലെ. ഏത് പ്ലെയിനിലും വെട്ടാം. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടും, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ്സ് കിട്ടും, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ്സ് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയൽ സിമ്മട്രി എന്ന് പറയുന്നത്. റേഡിയൽ സിമ്മട്രി എവിടെ 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 റേഡിയൽ സിമ്മട്രി എന്ന് പറയുന്നത്. സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെൻട്രിൽ കൂടെ ഒരു വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് സിമ്മട്രി എന്ന് പറയുക. ഇപ്പൊ മനുഷ്യന്മാരൊക്കെ കേസിൽ നമ്മുടെ സെൻട്രിൽ കൂടെ വെട്ടിക്കഴിഞ്ഞാൽ, തലയുടെ മുകളിൽ കൂടെ വെട്ടിക്കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഈക്വൽ ഹാഫ്സ് കിട്ടും അല്ലെ. ഒറ്റ വെട്ടിന് ഞാൻ മുന്നേ പഠിപ്പിച്ചതാണ്, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. വിധത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. കണ്ട, ബോഡി സിമ്മട്രി. ഇതൊരു സ്റ്റാർ ഫിഷ് ആണ്. ഈ സ്റ്റാർ ഫിഷിനെ നമുക്ക് ഏത് പ്ലെയിനിലും മുറിക്കാം അല്ലെ. ഏത് പ്ലെയിനിലും മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. അതിനെയാണ് റേഡിയൽ സിമ്മട്രി എന്ന് പറയുക. പക്ഷെ ചില ജീവികളുണ്ട്, നിങ്ങൾ കണ്ട, ഇതൊരു ഞണ്ടാണ് അല്ലെ, ഇതൊരു ക്രാബാണ്. ഈ ക്രാബിനെ നമുക്ക് സെൻട്രിൽ കൂടെ വെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടുള്ളൂ. വേറെ ഇങ്ങനെ വെട്ടിയാൽ ഈക്വൽ ഹാഫ്സ് കിട്ടില്ല, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അതിനെ ഈക്വൽ ആക്കാൻ പറ്റില്ല, ഇങ്ങനെ വെട്ടിയാലും ഈക്വൽ ആക്കാൻ പറ്റില്ല. ഈ 2 പോർഷൻസും ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ അതിന് സെൻട്രിൽ കൂടെ തന്നെ വെട്ടണം. അങ്ങനത്തെ സിമ്മട്രിയെയാണ് നമ്മൾ ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറയുന്നത്. ബൈലാറ്ററൽ സിമ്മട്രി. അപ്പൊ മനുഷ്യന്മാരൊക്കെ ബൈലാറ്ററൽ സിമ്മട്രി ഉള്ള ആൾക്കാരാണ്. പക്ഷെ സ്റ്റാർ ഫിഷിനെ പോലത്തുള്ള ജീവികൾ എന്താണ്? റേഡിയൽ സിമ്മട്രി ഉള്ള ആളുകളാണ്. ഓക്കെ. സോ ബോഡി സിമ്മട്രിക്ക് അനുസരിച്ച് ജീവജാലങ്ങളെ ഓരോ കാറ്റഗറികളായിട്ട് വരുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് നമ്മുടെ എക്കൈനോഡെർമാറ്റ. എക്കൈനോഡെർമാറ്റ എന്നുള്ള ഫൈലത്തിൽ ഒക്കെ നമ്മൾ പഠിച്ചതാട്ടാ. എക്കൈനോഡെർമാറ്റ എന്നുള്ള ഫൈലത്തിൽ ഇതും കഴിഞ്ഞു കണ്ട, നമ്മുടെ സ്റ്റാർ ഫിഷിനെ നമുക്ക് ഏത് പ്ലെയിനിൽ കൂടെ വെട്ടിക്കഴിഞ്ഞാലും അതിനെ ഈക്വൽ ഹാഫ്സ് ആക്കാൻ പറ്റും. ഇതൊരു അഡൽറ്റ് സ്റ്റാർ ഫിഷാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഫിഷിന് ഒരു അഡൽറ്റ്, ഒരു യുവാവായിട്ടുള്ള സ്റ്റാർ ഫിഷ്. ഓക്കെ. ഇതെന്താ അറിയോ? ഇത് നമ്മുടെ സ്റ്റാർ ഫിഷിന്റെ ലാർവയാണ്. ലാർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റാർ ഫിഷ് കുട്ടിയായിരിക്കുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു. ഓക്കെ. പക്ഷെ സ്റ്റാർ ഫിഷ് കുട്ടിയായിരിക്കുമ്പോൾ അത് ബൈലാറ്ററൽ സിമ്മട്രി കാണിക്കുക. കണ്ടാ, ബൈലാറ്ററൽ സിമ്മട്രി. അപ്പൊ ഈ ഫൈലം എക്കൈനോഡെർമാറ്റയുടെ മെയിൻ പ്രത്യേകത എന്താണെന്നറിയോ? ഇവരുടെ അഡൽറ്റുകൾ മുഴുവൻ റേഡിയൽ സിമ്മട്രിയെ കാണിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്റ്റാർ ഫിഷ് റേഡിയൽ സിമ്മട്രിയെ കാണിക്കുക. പക്ഷെ ആ സ്റ്റാർ ഫിഷ് അതേസമയം അതിന്റെ ലാർവൽ സ്റ്റേജിലാണെങ്കിൽ അത് കാണിക്കുന്നത് ബൈലാറ്ററൽ സിമ്മട്രിയാണ്. ബൈലാറ്ററൽ സിമ്മട്രി. ഓക്കെ. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോ ഫൈലം എക്കൈനോഡെർമാറ്റയിൽ അഡൽറ്റ് എക്കൈനോഡെർമ്സ് റേഡിയൽ സിമ്മട്രി കാണിക്കും. അറ്റ് ദ സെയിം ടൈം ലാർവേകൾ എന്ത് കാണിക്കും? ലാർവേകൾ കാണിക്കുന്നത് ബൈലാറ്ററൽ സിമ്മട്രിയാണ്. ബൈലാറ്ററൽ സിമ്മട്രി. ഓക്കെ. ഇതൊരു മെയിൻ ഡിഫറൻസ് ആണ്. ഇനി ഇവരുടെ ശരീരത്തിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ പേരാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. നിങ്ങൾ കണ്ട, ഇവരുടെ ശരീരത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണിത്. സ്റ്റാർ ഫിഷിന്റെ ബോഡിയിലുള്ള സ്കെലട്ടൺ ആണിത്. ഇതിനകത്ത് ഒരുപാട് ട്യൂബുകൾ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ? ട്യൂബുള്ള ഫീറ്റുകൾ, ട്യൂബുള്ള കാലുകളാണ് ഇവർക്കുള്ളത്. ഈ കാലിന്റെ അകത്ത് കൂടെ വെള്ളം അങ്ങനെ പാസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അവരുടെ ശരീരത്തിൽ അവർക്കൊരു സ്പെഷ്യൽ, അവർ നടക്കുന്നത് ട്യൂബ് ഫീറ്റ് വെച്ചിട്ടാണ്. ഈ ട്യൂബ് ഫീറ്റ് ഉള്ളത് കാരണം കൊണ്ടാണ് അവർക്ക് നടക്കാൻ പറ്റുന്നത്. ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്താ അറിയോ? ഈ വെള്ളമൊക്കെ ഈ ട്യൂബ് ഫീറ്റിന്റെ അകത്ത് കൂടെ പോകും. ആ വെള്ളം പോകുന്നതിനനുസരിച്ചിട്ട് ഈ വെള്ളത്തിന്റെ പ്രഷറോട് കൂടിയിട്ട് ഈ സ്റ്റാർ ഫിഷിന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പൊ ഇവർക്ക് എന്താ പറ്റുക, അവര് ഫുഡ് ക്യാപ്ചർ ചെയ്യും, അതേപോലെ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഈ ട്യൂബ് ഫീറ്റ് വഴിയാവും. ഈ ട്യൂബ് ഫീറ്റ് തന്നെയാണ് അവര് റെസ്പിറേഷൻ നടത്തുന്നത്. ട്യൂബ് ഫീറ്റുകൾ അടങ്ങിയത് കാരണം കൊണ്ട് ട്യൂബ് ഫീറ്റിന്റെ അകത്ത് വെള്ളം പോയി ആ വെള്ളത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ. സോ ട്യൂബ് ഫീറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. അതിന് നമുക്ക് അത് തന്നെയാണ് റെസ്പിറേഷനും സഹായിക്കുന്നത്. ട്യൂബ് ഫീറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ മാത്രമല്ല ട്യൂബ് ഫീറ്റ് എന്തിനും സഹായിക്കും, റെസ്പിറേഷനും സഹായിക്കും. അപ്പൊ ഇവരുടെ ശരീരത്തിലുള്ള ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ചിലപ്പോൾ എക്സാമിന് ചോദിക്കൂട്ടാ. ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റം കിങ്ഡം ആനിമാലിയയിൽ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെ ആളുകളുടെ ഫീച്ചർ ആണെന്ന് ചോദിക്കും. അത് നമ്മുടെ എക്കൈനോഡെർമാറ്റയുടെ ഫീച്ചറാണ്, വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഓക്കെ. ഈ അവരെ ലോക്കോമോഷന് സഹായിക്കുന്നത് ഏത് ഓർഗനാന്ന് ചോദിക്കും, അത് ട്യൂബ് ഫീറ്റ് ആണ്, ട്യൂബ് ഫീറ്റ്. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. ഇവരുടെ ശരീരത്തിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റാ. അങ്ങനത്തെ ഒരു സിസ്റ്റം ആർക്കില്ല, എക്കൈനോഡെർമാറ്റയ്ക്ക് ഇല്ല. മനസ്സിലായോ? ഇവരുടെ സെക്സുകൾ സെപ്പറേറ്റ് ആണ്. സെക്സുകൾ സെപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ സ്റ്റാർ ഫിഷുകളുമുണ്ട്, പെൺ സ്റ്റാർ ഫിഷുകളുമുണ്ട്. ആണും പെണ്ണും ഡിഫറെന്റ് ആണ്. അതിനെയാണ് നമ്മൾ സെക്സസ് ആർ സെപ്പറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്സസ് ആർ സെപ്പറേറ്റ്. പിന്നെ എക്കൈനോഡെർമാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ വെൻട്രൽ സൈഡ്, വെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകം, അകത്ത്. ഓക്കെ. ഡോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പുറം എന്നാണ്. ഓക്കെ. വെൻട്രൽ എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് വാക്കാണ് ഡോർസൽ. കണ്ട, ഡോർസൽ, ഡോർസൽ. ഡോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം, വെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകം. ഇവരുടെ അകത്താണ്, ശരീരത്തിന്റെ അകത്താണ് എന്തുള്ളത്, മൗത്ത് ഉള്ളത്. നിങ്ങൾ കണ്ട, ഇതാണ് അവരുടെ മൗത്ത്. ശരീരത്തിന്റെ അകത്ത് കാണുന്ന സ്ട്രക്ചറാണ് മൗത്ത്. ഇവരുടെ വെൻട്രൽ സൈഡിലാണ് മൗത്ത് ഉള്ളത്. ഇവരുടെ ഡോർസൽ സൈഡ് കണ്ട, പുറം ഭാഗമാണത്. കണ്ട, മേല് ശരീരത്തിൽ കുറെ മുള്ളുകളുണ്ട്, എക്കൈൻസുകൾ ഉണ്ട്. സ്കിന്നിന്റെ മുകളിൽ എക്കൈൻസുകൾ ഉള്ളത് കാരണം കൊണ്ടാണ് എക്കൈനോഡെർമേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സ്പൈനി ബോഡീഡ് ആണ്. ഇവരുടെ എയ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ശരീരത്തിൽ വേസ്റ്റ് തള്ളുന്ന ഭാഗം. അതിനെയാണ് എയ്നസ് എന്ന് പറയുക. ഇവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഒന്നുമില്ല. പക്ഷെ എന്താ, ഒരു എയ്നസ് ഉണ്ട്. ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറം തള്ളാൻ വേണ്ടിയിട്ട് ഒരു എയ്നസ് ഉണ്ട്. ആ എയ്നസ് ഇരിക്കുന്നത് അവരുടെ ശരീരത്തിന്റെ പുറത്താണ്, ഡോർസൽ സൈഡിലാണ്. ഡോർസൽ സൈഡിൽ എയ്നസ്, വെൻട്രൽ സൈഡിൽ മൗത്ത് ഇരിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ് വിത്ത് മൗത്ത് ഓൺ ദി ലോവർ. മൗത്ത് ഇരിക്കുന്നത് ലോവർ സൈഡിലാണ്, വെൻട്രൽ സൈഡ്. എയ്നസ് ഇരിക്കുന്നത് അപ്പർ സൈഡിലാണ്. ഓക്കെ, അപ്പർ സൈഡിലാണ്. ഇത്ര കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി കേട്ടാ. ഇനി എക്കൈനോഡെർമൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് നടത്തുക. ആണും പെണ്ണും ഉണ്ട്, ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവര് തമ്മിൽ മെയ്റ്റ് ചെയ്യും. ആണും പെണ്ണും കൂടി മെയ്റ്റ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. വെള്ളത്തിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോ പെൺ സ്റ്റാർ ഫിഷുകൾ വന്നിട്ട് മുട്ടയിട്ട് വെക്കും. എന്നിട്ട് അതിന്റെ മുകളില് ആൺ സ്റ്റാർ ഫിഷുകൾ എന്ത് ചെയ്യും, സ്പേം റിലീസ് ചെയ്യും. എന്നിട്ട് ശരീരത്തിന്റെ പുറത്ത് വെള്ളത്തിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും. എഗ്ഗും സ്പേമും കൂടിയിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ലാർവൽ സ്റ്റാർ ഫിഷ് ഉണ്ട്, ഇവിടെ അഡൽട്ട് സ്റ്റാർ ഫിഷ് ഉണ്ട്. ഈ ലാർവനെ കണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് ഒരു സ്റ്റാർ ഫിഷ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സൂചന ഉണ്ടോ, ഇത് സ്റ്റാർ ഫിഷിനെ പോലെ ഉണ്ടോ? ഇതിനെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാർ ഫിഷിനെ പോലെ ഉണ്ടോ? ഈ ലാർവനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറ. ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ ആകെ ഞെട്ടിപ്പോകില്ലേ, ഇതാണ് ഈ സാധനമാണോ ഇപ്പൊ ഈ സ്റ്റാർ ഫിഷ് ആയത്? എക്സാക്ട്ലി ഡിഫറെന്റ് ആണല്ലേ ഇവര് തമ്മിൽ, ഒരു സാമ്യത ഇല്ല. അപ്പൊ ഈ ലാർവനെ നോക്കുമ്പോൾ വേറെ മാതിരി, ഈ അഡൽറ്റിനെ നോക്കുമ്പോൾ വേറെ മാതിരി, എൻറ്റയർലി ഡിഫറെന്റ്. നിങ്ങൾ ഈ തവളപ്പൊട്ടന്മാരെ കണ്ടിട്ടുണ്ടോ? തവളപ്പൊട്ടൻസ്. ഈ വെള്ളത്തിൽ തവളപ്പൊട്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ എന്താ വിചാരിക്കുക, ഇതൊക്കെ മീനുകളാന്ന് വിചാരിക്കും. കുറച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ എന്താണ്, ആ മീനിനൊന്നും കാണില്ല, അതൊക്കെ തവളകളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ നോക്കിയേ, ഈ വാലുള്ള സാധനം വാലില്ലാത്തൊരു തവളയായിട്ട് മാറി അല്ലേ? അപ്പൊ ഇവരുടെ ലാർവയും അതേപോലെ അഡൽറ്റും ഡിഫറെന്റ് ആണ്.
സോ ചെറുപ്പത്തിൽ കാണുന്ന രൂപമല്ല വലുപ്പത്തിൽ വരുന്നത്. അങ്ങനത്തെ ഡെവലപ്മെന്റിന് പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. നമ്മുടെ എക്കൈനോഡെർമാറ്റുകൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുന്നവരാ. ഇവരെ ലാർവേനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ഇത് വലുതായ ഇങ്ങനെ ഒരാളാവുമെന്ന്. സോ ലാർവൽ സ്റ്റേജും അഡൽട്ട് സ്റ്റേജും എൻറ്റിയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇൻഡയറക്റ്റ്. അപ്പൊ നമുക്കൊക്കെ എന്താണ് ഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇപ്പൊ ഒരു മനുഷ്യക്കുട്ടിനെ, ചെറിയ ഒരു കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ അതേ രൂപം തന്നെയാണ് നമ്മൾ വലുതാകുമ്പോ. 2 കൈ, 2 കാല്, ഒരു മൂക്ക്, 2 കണ്ണ്, ആ സെയിം ഫീച്ചേഴ്സ് തന്നെയാ അല്ലെ. അങ്ങനെ മനുഷ്യന്മാർക്കൊക്കെ ഉള്ളത് ഡയറക്റ്റ് ഡെവലപ്മെന്റാ. കുട്ടി എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെയാണ് വലുതാകുമ്പോ ആവുക. പക്ഷെ ഒരു തവളയുടെ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ ഫിഷിന്റെ കേസിലൊന്നും അങ്ങനെയല്ല. അവരുടെ ലാർവയും അവരുടെ അഡൽറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റിനെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഓക്കെ. ഇനി എക്കൈനോഡെർമേറ്റയിലുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒരാളാണ് നമ്മുടെ സ്റ്റാർ ഫിഷ്. കണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്, നല്ല സ്റ്റാർ ഫിഷ് അല്ലെ. സ്റ്റാർ ഫിഷ് എന്ന് പഠിച്ചാൽ മതി. സ്റ്റാർ ഫിഷിന്റെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം ആസ്റ്റേരിയാസ് എന്നാണ്. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് മതി, സ്റ്റാർ ഫിഷ് എന്ന് അറിഞ്ഞാൽ മതി. എക്കൈനോഡെർമേറ്റയിലുള്ള ഒരാളാണ് സ്റ്റാർ ഫിഷ് എന്ന് പഠിച്ചാൽ മതി. പിന്നെ മറ്റൊരാളുണ്ട്, ഇയാളുടെ പേരാണ് സീ അർച്ചിൻ. കടൽ ചേന എന്നൊക്കെ പറയും, തൊട്ടാൽ ചൊറിയും. ഓക്കെ, എക്കൈനസ്, ഒരുപാട് മുള്ളുകൾ ഉണ്ട് ഇവർക്ക്. സീ അർച്ചിൻ എന്നാ പറയാ, സീ അർച്ചിൻ. ഓക്കെ, ഇത് കണ്ട, ഇതൊരു ലില്ലിപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ ഉണ്ട് അല്ലേ. അത് കാരണം കൊണ്ട് ഇതിനെ സീ ലില്ലി എന്നാ പറയാ, സീ ലില്ലി. ആന്റിഡോൺ എന്നുള്ളത് സയന്റിഫിക് നെയിം ആണ്. ആന്റിഡോണിന്റെ കോമൺ നെയിം ആണ് സീ ലില്ലി. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ കണ്ട, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്, ഒരു കുക്കുംബർ പോലെ ഉണ്ട് ഇല്ലേ ഇരിക്കുന്നത് കാണാന്. സീ കുക്കുംബർ എന്ന് പറയും. അതിനെ കുക്കുമാറിയ അല്ലെങ്കിൽ സീ കുക്കുംബർ എന്നാ പറയാ. ഇതും എക്കൈനോഡെർമേറ്റയിലുള്ള. ഇപ്പൊ മിസ് കാണിച്ച എല്ലാത്തിന്റെ ഫീച്ചേഴ്സ് എന്താ, എല്ലാത്തിന്റെ മുകളിൽ ഒരു കുറെ മുള്ളുകൾ ഉണ്ട് അല്ലെ. ഇവരുടെ ഡെർമിസിന്റെ മുകളിൽ മുള്ളുകളുണ്ട്, ഇവരുടെ സ്കിന്നിന്റെ മുകളിൽ മുള്ളുകളുണ്ട്. അതാണ് ഇവരെ എക്കൈനോഡെർമേറ്റയിൽ ആക്കാനുള്ള കാരണം, മെയിൻ കാരണം. ഓക്കെ, ഇനി കണ്ട, സീ കുക്കുംബർ, കുക്കുമാറിയ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ഫിഷ് പോലൊക്കെ തോന്നും. സ്റ്റാർ ഫിഷിന് എന്താണ്, സ്റ്റാർ ഫിഷ് പട്ടിണി കിടന്ന പോലെ ഉണ്ട് അല്ലെ. സ്റ്റാർ ഫിഷ് മെലിഞ്ഞ പോലെ ഉണ്ട് ഈ ഒരു ജീവി. ഇത് വേറൊരു ജീവിയാ, സ്റ്റാർ ഫിഷ് അല്ല. ഇതാണ് ബ്രിട്ടിൽ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർ ഫിഷിനെക്കാട്ടിയും കുറച്ച് മെലിഞ്ഞൊരു സ്ട്രക്ചർ ഇല്ലേ. ഇതിനെ നമ്മൾ ബ്രിട്ടിൽ സ്റ്റാർ അല്ലെങ്കിൽ ഒഫിയൂറ എന്ന് പറയും, ഒഫിയൂറ. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ഇതൊക്കെ എന്താണ്, നമ്മുടെ എക്കൈനോഡെർമേറ്റയിലുള്ള ആളുകളാണ്. നിങ്ങൾ ഇത്രയും കാര്യം എക്കൈനോഡെർമേറ്റയിൽ പഠിച്ചാൽ മതി. ഇനി ഇതിൽ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണെന്നറിയോ? ഒരു ചോദ്യം, അന്നലിഡയുടെ ഒരു ഫീച്ചറാണ് പാരാപോഡിയ. കോംബ് പ്ലേറ്റ്സുകൾ ഏത് ഫൈലത്തിന്റെ ഫീച്ചറാ? നമ്മൾ ഇതുവരെ 9 ഫൈലങ്ങൾ പഠിച്ചു. അതിലെ കോംബ് പ്ലേറ്റ്സ് ഏത് ഫൈലത്തിന്റെ ഫീച്ചറാ? ആർക്ക് പറയാം? comb plates, 8 ciliated external rows of comb plates, bioluminescence property. ആരുടെ ഫീച്ചറാ? ആരില്ലേ? പോയാ? സന ഇല്ലേ? പറ സന, ആരുടെ ഫീച്ചറാ കോംബ് പ്ലേറ്റ്സ്? മറന്നോ? ആരാ? ആൻസർ ടീനോഫോറയാണ് കേട്ടാ, ടീനോഫോറ. ഫൈലം നമ്പർ 3 ടീനോഫോറയുടെ ഫീച്ചറാണ്. ഇനി അടുത്ത ചോദ്യം, നിഡോബ്ലാസ്റ്റുകൾ ഉള്ളത് സീലൻഡ്രേറ്റയിലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉള്ളത് ഏത് ഫൈലത്തിനാ? നിങ്ങൾ പറ. ഇപ്പൊ നിങ്ങൾ ഒരു ഫൈലത്തിനെ പഠിച്ചു, ആ ഫൈലത്തിന്റെ പേരെന്താ? ഫൈലം ആരും പറയുന്നില്ലല്ലോ. ഫൈലം സ്റ്റാർ ഫിഷ്. യെസ്, സ്റ്റാർ ഫിഷിന്റെ ഫൈലത്തിന് എന്താ പറയാ? സ്റ്റാർ ഫിഷിന്റെ ഫൈലത്തിന് എക്കൈനോഡെർമാറ്റ എന്നാണ് പറയാ ട്ടാ.
ഈ പേര് പഠിക്കണേ, എക്കൈനോഡെർമേറ്റ. ഓക്കെ, സ്റ്റാർ ഫിഷിന്റെ ഫൈലത്തിന്റെ പേര് എക്കൈനോഡെർമേറ്റ എന്നാണ്. എക്കൈനോഡെർമേറ്റ. ഓക്കെ ഓക്കെ മക്കളെ, മനസ്സിലായ? ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ഇസത്തെ, അത് കാരണം ഉണ്ടാവും ഫോളോ ചെയ്യാൻ പറ്റാത്തത്. ഇത് നോക്കിയേ, മെമ്പർ ഓഫ് വിച്ച് ഫൈലം പോസസ് നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റുകളുള്ള ഫൈലം ആർക്കാണ്? സോറി, നിഡോബ്ലാസ്റ്റുകളുള്ള ഫൈലം ഏതാണ്? ഏതാ? നിഡേറിയ അല്ലേ? രണ്ടാമത്തെ ഫൈലം നിഡേറിയ. അപ്പോ അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ, അത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ എക്സാംസിന് ചോദിച്ച ഒരു ചോദ്യം, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ദ ഫൈലം ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്തുക്കളുടെ ഫൈലമാണ്, ജന്തുക്കളുടെ ഫൈലം. അതിലെ 2 എക്സാമ്പിൾ പറയാണ്. നിങ്ങൾ ആരെ പറയും? ഏതെങ്കിലും 2 ജന്തുവിന്റെ പേര്. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയത് ബട്ടർഫ്ലൈ, അതൊരു ഇൻസെക്റ്റ് ആണ്. പ്രോണും എന്താണ്? ആർത്രോപോഡയിൽ വരുന്ന ഒരാളാണ്. പ്രോൺ എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ്. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൂമ്പാറ്റ. ഇവര് രണ്ടും ഫൈലം ആർത്രോപോഡയിൽ വരുന്നതാണ് കേട്ടാ. അപ്പൊ ചിലപ്പോ ഇങ്ങനെ എക്സാമിന് ചോദിക്കും, ഫൈലം എക്കൈനോഡെർമേറ്റയിലുള്ള 2 ആളുകളുടെ പേര് പറ. അപ്പൊ നിങ്ങൾ എന്താ എഴുതുക? സ്റ്റാർ ഫിഷ് എഴുതാം, സീ ലില്ലി എഴുതാം, സീ കുക്കുംബർ എഴുതാം, ഇപ്പൊ ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, അപ്പൊ എല്ലാ ഫൈലത്തിന്റെയും ഓരോ 2 ഉദാഹരണങ്ങളും മക്കൾ പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആകും. ഓക്കെ, ഇത് കഴിഞ്ഞ കൊല്ലം എക്സാംസിന് ചോദിച്ച ചോദ്യമാണ് കേട്ടാ. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ വാട്ട് ഡു ദി എർത്ത് വേംസ് പൊസസ് വിച്ച് ഹെൽപ്സ് ദം ഇൻ ലോക്കോമോഷൻ. ഈ എർത്ത് വേംസ്, മണ്ണിരകളില്ലേ, ഈ മണ്ണിരകൾക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന എർത്ത് വേമിലെ സ്ട്രക്ചർ എന്താണ്? എന്താ ആ സ്ട്രക്ചറിന് നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ട്, സീറ്റേ എന്ന് പറയും ട്ടാ. ഈ പേര് പഠിച്ചു വെക്കണേ, സീറ്റേ. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സീറ്റേ ഇവർക്ക് എന്താണ്? മസ്കുലാർ ബോഡിയാണ്, മസിൽസുകൾ കൊണ്ടുണ്ടാക്കിയ ബോഡിയാണ്. ആ മസ്കുലാർ ബോഡിക്ക് പറയുന്ന പേര് സീറ്റേ എന്നാണ് ട്ടാ. ഈ ബ്ലൂവിൽ എഴുതിയിട്ടുണ്ട് സീറ്റേ. ഈ സീറ്റേ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഉള്ളത് കാരണം കൊണ്ടാണ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, സ്റ്റാർ ഫിഷുകൾ മൂവ് ചെയ്യുന്നത് ഏത് ഓർഗൻസ് കൊണ്ടാ? നിങ്ങൾ പറ, അപ്പൊ പഠിച്ചല്ലോ. ഇസത്തിന് പറയാൻ പറ്റുമോ? സ്റ്റാർ ഫിഷ് മൂവ് ചെയ്യുന്നത് ഏത് ഓർഗൻസ് കൊണ്ടാ? നെയിം ദ ഓർഗൻസ് ബൈ വിച്ച് ദ സ്റ്റാർ ഫിഷ് മൂവ് ചോദിച്ചാൽ എന്താ പറയാ? ട്യൂബ് ഫീറ്റ്. വെരി ഗുഡ്, 2 feet. കറക്റ്റ് കറക്റ്റ്, അത്രേ ഉള്ളൂ. കണ്ട, വളരെ സിമ്പിൾ ആണ്. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിനെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ എക്സാംസിനും ചോദിക്കുള്ളൂ കേട്ടാ. അപ്പൊ എല്ലാ ടോപ്പിക്കും ക്ലാസ് കേട്ടതിന് ശേഷം അതിന്റെ കീഴിൽ മിസ് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ എക്സാംസിനും ചോദിക്കുക. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും നിങ്ങൾക്ക് ഇടില്ല. ഓക്കെ, 80 ഒരു 26 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആവും. പക്ഷെ നമുക്ക് 26 മാർക്സ് പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? പാസ്സായ മാത്രം പോരല്ലോ, നല്ല മാർക്ക് വേണ്ട നിങ്ങൾക്ക്. എങ്കിലല്ലേ നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത കോഴ്സിലേക്കൊക്കെ കയറാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ കുറച്ച് നല്ല രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടിട്ടുണ്ട്. ഹൗ മെനി പെയേഴ്സ് ഓഫ് ലെഗ്സ് ഡു ദ ഫോളോയിങ് ഹാവ്? നിങ്ങൾ പറ. ഇത് ബയോളജി ക്ലാസ് കേൾക്കാത്ത ഒരു കുട്ടിക്കും എഴുതാൻ പറ്റും. ഓക്കെ, ജന്തുക്കൾക്ക് എത്ര കാലുകളാണുള്ളത്? ഇൻസെക്റ്റുകൾക്ക് എത്ര കാലുകളാണുള്ളത്? നിങ്ങൾ പറ. നോർമലി ഒരു കൊതുവിന് എടുക്കാണ്, എത്ര കാലുണ്ടോ? അല്ലെങ്കിൽ ഒരു കോക്രോച്ചിന് എടുക്കാണ്, എത്ര കാലുണ്ട്? ചെറിയൊരു 4. ഇൻസെക്ട് ഏതാണ്? 3 പെയറാണുള്ളത്. 6 ലെഗ്സുകളാണ് ഇൻസെക്റ്റുകൾക്കുള്ളത്. ഓക്കെ, ഇൻസെക്റ്റുകൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇൻസെക്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇൻസെക്ട് ആർത്രോപോഡ നോക്കാം. ഇൻസെക്ട് കണ്ട, 1 2 3 4 5 6 എത്രയാണ്? 6 കാലുണ്ട് അല്ലേ കൊതുവിന്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് നോക്കിയേ, 6 പെയർ ഓഫ് കാലുകളുണ്ട്. നിങ്ങൾ നോക്കിയേ, 1 2 3 4 5 6.
6 കാലുകളുണ്ട് അല്ലെങ്കിൽ 3 ജോഡി കാലുകളുണ്ട് ട്ടോ ഇൻസെക്റ്റുകൾക്ക്. ചിലപ്പോ എക്സാമിന് ടെക്സ്റ്റ് ബുക്കിൽ ഇൻ ടെക്സ്റ്റിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ് ട്ടാ. നിങ്ങൾ മനസ്സിലാക്കുക 3 പെയറാണ് 6 ജോഡി. അങ്ങനെയാണെങ്കിൽ സ്കോർപിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? പഴുതാര അല്ലെ? ഈ സ്കോർപിയോണിന് എത്ര കാലുണ്ടെന്ന് അറിയോ മക്കളെ? സ്കോർപിയോൺ എന്ന് പറഞ്ഞാൽ പഴുതാരക്ക് എത്ര കാലുണ്ട് എന്നറിയോ? 4 പെയർ ഉണ്ട്, 8 കാലാണ് ട്ടോ ഉള്ളത്. സ്കോർപിയോൺസിന് 8 കാലുകളാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ പറ, സ്പൈഡർ 8 കാലിക്ക് എത്ര കാലുണ്ട്? 8 കാലിക്ക് എത്ര കാലുണ്ട്? 8 കാല്. വെരി ഗുഡ്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ ചുമ്മാ അതൊന്ന് ഇട്ടതാണ്. ഓക്കെ, നമുക്ക് ചിലപ്പോ ചോദിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടാ. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്ലാറ്റി ഹെൽമിന്തസും പാരസൈറ്റുകളാണോ? 4ാമത്തെ ഫൈലമാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഫ്ലാറ്റ് വർംസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. എല്ലാ പ്ലാറ്റി ഹെൽമിന്തസും പാരസൈറ്റുകളാണോ? അല്ല. നമ്മൾ പ്ലാറ്റി ഹെൽമിന്തസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു മുൻപ്. എന്താ പ്ലാറ്റി ഹെൽമിന്തസിന്റെ ഫീച്ചേഴ്സ്? പ്ലാറ്റി ഹെൽമിന്തസിന്റെ ഫീച്ചേഴ്സ് ആരാണ്? പ്ലാറ്റി ഹെൽമിന്തസ് ഫ്ലാറ്റ് വേംസുകളാണ് അല്ലെ? നമ്മൾ പഠിച്ചില്ലേ, ഇവർക്ക് ഹുക്സും സക്കേഴ്സും ഉണ്ട്. ഫ്ലെയിം സെൽസ് ആണ് ഓസ്മോ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. കണ്ട, പ്ലനറി ഉള്ള ഫൈലം. പ്ലനറി പാരസൈറ്റ് ആണോ? പ്ലനറി പാരസൈറ്റ് അല്ല. ഓക്കെ, പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഒരു നാടവീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേപ്പ് വേം ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ശരീരത്തിൽ അറ്റാക്ക് ചെയ്യുന്ന ടേപ്പ് വേം അല്ലെ? നാടവീര എന്ന് പറയും, അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക്. ഇത് രണ്ടും പാരസൈറ്റാ. പക്ഷെ പ്ലനറി ഒരു പാരസൈറ്റ് അല്ല. അപ്പൊ നമുക്ക് പറയാം പ്ലാറ്റി ഹെൽമിന്തസിൽ എല്ലാവരും എന്തല്ല? പാരസൈറ്റുകളല്ല. ചില ആളുകൾ പാരസൈറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ? എന്തായിരിക്കും ആൻസർ? നോ, നോട്ട് ഓൾ ഫ്ലാറ്റ് വർംസ് ആർ പാരസൈറ്റിക്. എല്ലാ പ്ലാറ്റി ഹെൽമിന്തസിലെ എല്ലാവരും എന്തല്ല? പാരസൈറ്റുകളല്ല. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ചിലപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാംസിൽ നന്നായിട്ടുണ്ടാവും ട്ടാ. എന്താണെന്നറിയോ? ചില ഫൈലത്തിന്റെ ക്യാരക്ടേഴ്സ് പറയും, എന്നിട്ട് നിങ്ങളോട് പറയും ഇത് ഏത് ഫൈലമാണ് ഐഡന്റിഫൈ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ട്യൂബ് ഫീറ്റ് ഏത് ഫൈലാ? ഇപ്പൊ നമ്മൾ പഠിച്ചു. ട്യൂബ് ഫീറ്റ് ഏത് ഫൈലത്തിന്റെ ഫീച്ചറാ? എക്കൈനോഡെർമേറ്റ. വെരി ഗുഡ്. എക്കൈനോഡെർമേറ്റ. ഓക്കെ, ഇനി നിഡോബ്ലാസ്റ്റ് ഏത് ഫൈലത്തിന്റെ ഫീച്ചറാ? ഫൈലം നിഡേറിയ. വെരി ഗുഡ്. ഫൈലം നിഡേറിയ. ഓക്കെ, ഇനി അടുത്തത് കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ. ഓൾറെഡി ആൻസർ വന്നു അല്ലെ? കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ ഫൈലം ആർത്രോപോഡയുടെ ഫീച്ചറാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ആർത്രോപോഡ ഈസ് ദ ലാർജസ്റ്റ് ഫൈലം. 7ാമത്തെ ഫൈലം, ലാർജസ്റ്റ് ഫൈലം. ഏറ്റവും കൂടുതൽ ജന്തുക്കളാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. മനുഷ്യന്മാരെക്കാട്ടിയും മൃഗങ്ങളെക്കാട്ടിയും പക്ഷികളെക്കാട്ടിയും എല്ലാത്തിനെക്കാട്ടിയും കൂടുതൽ ഈ ലോകത്ത് ജന്തുക്കളാണുള്ളത്. ലോകത്തിലുള്ള 3ൽ 2 സ്പീഷീസും എന്തുതന്നെയാണ്? നമ്മുടെ ജന്തുക്കളാണ്. അത് കാരണം കൊണ്ടാണ് ഫൈലം ആർത്രോപോഡ ഈസ് നോൺ ആസ് ദി ലാർജസ്റ്റ് ഫൈലം എന്നറിയപ്പെടുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു കൂറനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ശരീരം സ്കെലട്ടൻ പോലെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അകത്തല്ലേ ഉള്ളത്? ഈ കൂറകളുടെ അസ്ഥി ശരീരത്തിന്റെ പുറത്താണ് ഉണ്ടാവുക. ഒരു സ്കെലട്ടൻ, ഒരു അസ്ഥിയൊക്കെ പുറത്താണ് കിടക്കുന്നത്. അത് കാരണം കൊണ്ട് നമുക്ക് എക്സോസ്കെലട്ടൺ എന്ന് പറയാം. നമുക്കൊക്കെ എൻഡോസ്കെലട്ടൺ ആണ്. ശരീരത്തിന് അകത്താണ് സ്കെലട്ടൻ ഉള്ളത്. ഇവരുടെ കേസിലൊക്കെ ശരീരത്തിന്റെ പുറത്താണ് സ്കെലട്ടൻ ഉള്ളത്. കൈറ്റിൻ പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് ഇവരുടെ സ്കെലട്ടൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ കൈറ്റീനിയസ് എക്സോസ്കെലട്ടൺ ആരുടെ ഫീച്ചറാന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈലം ആർത്രോപോഡ. ഇനി അടുത്തത് ജോയിന്റഡ് ലെഗ്സ് ആർക്കുള്ളത്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഏച്ചു കൂട്ടിയ പോലെ ലെഗ്സുകളും ഹാൻഡ്സുകളും ഏച്ചു കൂട്ടിയ പോലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ? അതാർക്കും അറിയുള്ളത്? ഫൈലം അഗെയിൻ
ആർത്രോപോഡ് തന്നെയാണ്. ജോയിന്റഡ് ലെഗ്സ് ഉള്ളത് ആർത്രോപോഡൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നെഫ്രീഡിയ ഏത് ഫൈലത്തിന്റെ ഫീച്ചറാ? നെഫ്രീഡിയ ഏത് ഫൈലത്തിന്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ്? ഞാൻ ക്ലൂ തരാം. പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്ഹെൽമിന്തസ്, അന്നലിഡ, ആർത്രോപോഡ. ഇതിൽ ആർക്കാണുള്ളത് നെഫ്രീഡിയ? ആർക്കും പറയാനില്ലേ? പഠിക്കണമെന്നില്ല കേട്ടാ മക്കളെ. നെഫ്രീഡിയ ഏത് ഫൈലത്തിന്റെ ഫീച്ചറാ? അന്നലിഡ ട്ടാ, അന്നലിഡയുടെ ഫീച്ചറാണ്. അന്നലിഡ എർത്ത് വേമിന്റെ ഫീച്ചർ അല്ലേ നെഫ്രീഡിയ. നെഫ്രീഡിയ ഹെൽപ്സ് ഇൻ ഓസ്മോ റെഗുലേഷൻ. പഠിക്കണം കേട്ടാ. ഇനി ആറാമത്തതാണ് ഫ്ലാറ്റൻഡ് ബോഡി ആൻഡ് ഗട്ട് വിത്തൗട്ട് ഏനസ്. ഫ്ലാറ്റ് വേംസ് ആരാണ്? ആരാണ് ഫ്ലാറ്റ് വേംസ്? പ്ലാറ്റിഹെൽമിന്തസ് ആണ് കേട്ടാ. അപ്പൊ നോക്കിയേ, ശരിക്കും കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നന്നായിട്ട് ആനിമൽ കിങ്ഡത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുക. അപ്പൊ മനസ്സിലാവും. നല്ലപോലെ തന്നെയാ ക്ലാസ് എടുത്തിട്ടുള്ളത് കേട്ടാ. നിങ്ങൾ നന്നായിട്ട് ആ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, ആ ക്ലാസ് നന്നായിട്ട് റെഫർ ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കുക. നോക്കി, ഈ ക്വസ്റ്റ്യൻസിന്റെ ഈ റെഡിൽ മാർക്ക് ചെയ്തതൊക്കെ ഇതിന്റെ ആൻസേഴ്സ് ആണ് കേട്ടാ താഴെ. അപ്പൊ കറക്റ്റ് നിങ്ങൾ പഠിക്കണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, ഇനി 10ാമത്തെ ഫൈലം. നമുക്ക് 11 ഫൈലേ ഉള്ളൂ. 10ാമത്തെ ഫൈലം പഠിക്കാം. ഈ ഫൈലത്തിന്റെ പേരാണ് ഹെമികോർഡേറ്റ. ഹെമികോർഡേറ്റ. ഓക്കെ, ഹെമികോർഡേറ്റയില് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കണ്ട, കടലിൽ കാണപ്പെടും കുറെ പുഴുക്കള്. കടലിൽ കാണപ്പെടുന്ന പുഴുക്കള് ഒക്കെ ഉള്ളത് എവിടെയാ? ആ ഫൈലത്തിന് വിളിക്കുന്ന പേരാണ് ഹെമികോർഡേറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ? അതൊരു പുഴുവാണ്, കടലിലുള്ള ഒരു പുഴുവാണ്. ഈ പുഴുവിന്റെ പേരാണ് ബലാനോഗ്ലോസസ്. ബലാനോഗ്ലോസസ് പേര് പഠിക്കണമെന്നില്ല. ഇവരുടെ തലഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പ്രൊബോസിസ്. പ്രൊബോസിസ്. ഹെമികോർഡേറ്റ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ് കടൽ പുഴുക്കൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ്. കടലിൽ കാണുന്ന, സമുദ്രത്തിൽ കാണുന്ന പുഴു പോലത്തെ ആനിമൽസുകളാണ് നമ്മുടെ ഹെമികോർഡേറ്റ. ഓക്കെ, ഇവരുടെ സിമെട്രി നിങ്ങൾ പറ. ഒറ്റ വെട്ടിന് 2 കഷ്ണാക്കും അല്ലെ? 2 കഷ്ണാക്കാൻ പറ്റും. അതിനെയാണെങ്കിൽ നമുക്ക് ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണെന്ന് പറയാം. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷനാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന്. നിങ്ങൾ മനസ്സിലാവാത്തവര് ആദ്യത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവൂട്ടാ. പിന്നെ സീലോമേറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഈ ക്ലാസ് മുന്നത്തെ ക്ലാസ് കിട്ടാത്തവര് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ക്ലാസ്സുകൾ. അപ്പൊ ആ ക്ലാസ് ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവും. നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഹെമികോർഡേറ്റ വിഭാഗത്തിൽപ്പെട്ട ഇതാണ് ഈ മറൈൻ വേംസുകൾ. ഇവർക്കൊരു പ്രൊബോസിസ് ഉണ്ട്, കോളാർ ഉണ്ട്, പിന്നെ ഒരു ട്രങ്ക് ഉണ്ട്. ട്രങ്ക് പ്രൊബോസിസ്, കോളാർ, ട്രങ്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതത്ര മതി കേട്ടോ. ഇവർക്ക് ഈ 3 ഭാഗങ്ങളുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ പ്രൊബോസിസ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഇവരുടെ ശരീരത്തിന്റെ ഈ പ്രൊബോസിസ് എന്നുള്ള ഈ ഭാഗത്ത് ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് വർക്ക് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിലെ വേസ്റ്റേജ് മുഴുവൻ പോകുന്നത് ഈ പ്രൊബോസിസിലൂടെയാണ്. അപ്പൊ എക്സാമിന് ചോദിക്കാറുണ്ട് ഹെമികോർഡേറ്റയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? അപ്പൊ നമുക്ക് എഴുതാം പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. പ്രൊബോസിസ് ഗ്ലാൻഡ് ഏത് ഫൈലത്തിന്റെ ഫീച്ചർ ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ഹെമികോർഡേറ്റ. ഓക്കെ, ഇവരുടെ ശരീരം സിലിണ്ട്രിക്കൽ ആണ്. കണ്ട, ഒരു സിലിണ്ടർ ഷേപ്പിലാണ് അല്ലെ? സിലിണ്ട്രിക്കൽ ബോഡിയാണ്. എന്നിട്ട് ഇവരുടെ ശരീരത്തിന് 3 ഭാഗങ്ങളുണ്ട്. പ്രൊബോസിസ് ഉണ്ട്, കോളാർ ഉണ്ട്, ട്രങ്ക് ഉണ്ട്. ആന്റീരിയർ പ്രൊബോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആന്റീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശം, പോസ്റ്റീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻവശം. ഇവരുടെ ആന്റീരിയർ വശത്തുള്ളതാണ് നമ്മുടെ പ്രൊബോസിസ്. ഓക്കെ, പോസ്റ്റീരിയർ വശത്തുള്ളതാണ് നമ്മുടെ ട്രങ്ക്. ഈ ഭാഗം ട്രങ്ക് ട്ടാ. ഓക്കെ, ഇനി അടുത്തത് ഹെമികോർഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെമികോർഡേറ്റയിൽ ഈ ജീവിയുടെ പേര് ബലാനോഗ്ലോസസ്.
ബലാനോഗ്ലോസസ് മാത്രമല്ല ഹെമികോർഡേറ്റയിൽ ഉള്ളത്, വേറെയും കുറെ ആളുകളുണ്ട്. ഇത് വേറൊരു ജീവിയാണ് ട്ടാ. ഈ ജീവിയുടെ പേരെന്താണെന്നറിയോ? ഈ ജീവിയുടെ പേരാണ് സാക്കോഗ്ലോസസ്. നോക്കിയ നല്ല പേരില്ലേ? ഇത് ബലാനോഗ്ലോസസ്, ഇത് സാക്കോഗ്ലോസസ്. ഓക്കെ, എന്താ പറയാ, രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള പേരുകൾ. ബലാനോഗ്ലോസസ്, സാക്കോഗ്ലോസസ്, ബലാനോഗ്ലോസസ്, സാക്കോഗ്ലോസസ് അല്ലേ? അപ്പൊ ബലാനോഗ്ലോസസിന്റെയും സാക്കോഗ്ലോസസിന്റെ ഒക്കെ ഫൈലമാണ് നമ്മുടെ ഹെമികോർഡേറ്റ. ഓക്കെ, ഇവർക്ക് എന്തില്ല? ലങ്സ് ഒന്നുമില്ല, പകരം എന്താണുള്ളത്? ഗിൽസുകളാണുള്ളത്. ഓക്കെ, ഗിൽസുകളാണുള്ളത്. നമ്മുടെ ഈ ഫിഷ് പോലത്തെ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്കും മൃഗങ്ങൾക്കൊക്കെ കൂടുതലും ഗിൽസുകളാണ്. ഈ ഗിൽസ് വഴിയാണ് അവർ ശ്വാസം എടുക്കുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഫിഷസിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഗിൽസിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ട്ടാ. ഇനി സെക്സസ് ആർ സെപ്പറേറ്റ്. ആൺ ഹെമികോർഡേറ്റയും പെൺ ഹെമികോർഡേറ്റയും ഉണ്ട്. സെക്സുകൾ സെപ്പറേറ്റ് ആണ്, ആണും പെണ്ണും വ്യത്യസ്തമാണ്. ഇനി ഇവരുടെ ഫെർട്ടിലൈസേഷൻ നടക്ക വെള്ളത്തിലാണ്, എക്സ്റ്റേണൽ ആണ്. പിന്നെ ഡെവലപ്മെന്റ് എന്താണ്? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഹെമികോർഡേറ്റിനെ ചെറുപ്പത്തിൽ കണ്ടു കഴിഞ്ഞാൽ, സാക്കോഗ്ലോസസിനെ ചെറിയ ലാർവൽ സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞാൽ അത് വലുതായി കഴിഞ്ഞാൽ ഒരിക്കലും ഈ സ്ട്രക്ചറാണ് ആ സ്ട്രക്ചർ നമ്മൾ ഒരിക്കലും പറയില്ല. എൻറ്റിയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് അവരുടെ ലാർവൽ സ്റ്റേജും അതേപോലെ അഡൽട്ട് സ്റ്റേജും. ഓക്കെ, ഇനി അടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇത്രയുള്ള ഹെമികോർഡേറ്റ. ഹെമികോർഡേറ്റിൽ നമ്മൾ ആലോചിച്ച് വെക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഇത് വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ്, വേംസ് പോലത്തെ ആനിമൽസ് ആണ്. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗന്റെ പേര് എന്താ? പ്രൊബോസിസ് ഗ്ലാൻഡ്. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, പിന്നെ അത്ര ആലോചിച്ചാൽ മതി. നോക്കിയേ, ഒരിക്കൽ എക്സാമിന് ചോദിച്ച ചോദ്യം, ഹൂ ആം ഐ? ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുക. ഞാൻ സീയിലാണ് ജീവിക്കുന്നത്, കടലിലാണ് ജീവിക്കുന്നത്. റെസ്പയർ ത്രൂ ഗിൽസ്, ഗിൽസ് വഴിയാണ് ശ്വാസം എടുക്കുന്നത്. എക്സ്ക്രീറ്റ് ബൈ പ്രൊബോസിസ് ഗ്ലാൻഡ്. കണ്ട, ഈ പ്രൊബോസിസ് ഗ്ലാൻഡ് എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പ്രൊബോസിസ് ഗ്ലാൻഡിലൂടെയാണ് ഞാൻ എക്സ്ക്രീഷൻ നടത്തുന്നത്. മൈ ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രൊബോസിസ്, കോളാർ, ട്രങ്ക്. എന്റെ ശരീരത്തിൽ 3 ഭാഗങ്ങളുണ്ട്, പ്രൊബോസിസും കോളാറും ട്രങ്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് ഫൈലമാണ്? ഹെമികോർഡേറ്റ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഗിവ് വൺ എക്സാമ്പിൾ ഫ്രം ദ ഫൈലം. ഇയാളുടെ പേരെന്താ? ഒരു എക്സാമ്പിൾ പറയാനാ പറഞ്ഞിട്ടുള്ളത്. സാക്കോഗ്ലോസസ്. സാക്കോഗ്ലോസസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ പേര് പറയാം? ബലാനോഗ്ലോസസ്. ബലാനോഗ്ലോസസ് എന്ന് പറയാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അപ്പൊ ഈ 2 ഫൈലും നമ്മൾ പഠിച്ചു അല്ലെ? ഇനി അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം. A few structures, organs of animals are listed below. Identify the phylum in which those organs and structures are present. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, റാഡുല ആരുടെ ഫീച്ചറാ? റാഡുല ഏത് ഫൈലത്തിന്റെ ഫീച്ചറാ? റാഡുല ആരുടെ ഫീച്ചറാ മക്കളെ? നിങ്ങൾ പറ, റാഡുല ആരുടെ ഫീച്ചറാ? ഏത് ഫൈലത്തിന്റെ ഫീച്ചറാ റാഡുല? ഒരു റാസ്പിംഗ് ഓർഗൻ ഉണ്ട്, നമ്മൾ പഠിച്ചു അല്ലെ? ഒരു റാസ്പിംഗ് ഓർഗൻ, ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റാസ്പിംഗ് ഓർഗൻ ഉള്ള, കൽക്കാരിയസ് ഷെല്ലുള്ള, ഹെഡ്, വിസറൽ ഹമ്പ്, ഫൂട്ടുള്ള ഒരു ജീവി. ഏതാണ് ആ ജീവി? ഫൈലം ഏത്? ഫൈലം the second largest phylum, ഫൈലം മുള്ളുസ്ക. ഫൈലം മുള്ളുസ്ക. ഓക്കെ, ഫൈലം മുള്ളുസ്കിയാണ് ട്ടാ. ഇനി അടുത്തത്, പാരാപോഡിയ ആരുടെ ഫീച്ചറാ? പാരാപോഡിയ ഏത് ഫൈലത്തിന്റെ ഫീച്ചറാണ് പാരാപോഡിയ? ആർക്ക് പറയാം? ഫൈലം ആരും പറയണില്ലല്ലോ. ഫൈലം എന്നലിഡ. ഓക്കെ, ഫൈലം എന്നലിഡ. ഇനി അടുത്തത്, കോംബ് പ്ലേറ്റ്സ് ആരതാ? നേരത്തെ ഞാൻ പറഞ്ഞു മക്കളെ. കോംബ് പ്ലേറ്റ്സ് ആരുടെ ഫീച്ചറാ? ഫൈലം മൂന്നാമത്തെ ഫൈലം ടീനോഫോറ. ഓക്കെ, ഇനി അടുത്തത്, കൽക്കാരിയസ് ഓസിക്കിൾസ് ആരുടെ ഫീച്ചറാ?
calcareous ossicles. calcareous ossicles ആരുടെ ഫീച്ചറാ? ആർക്ക് പറയാം? ആർക്കും പറയാല്ലേ? നമ്മുടെ ഫൈലം എക്കൈനോഡെർമാറ്റയുടെ ഫീച്ചർ ആട്ടാ. ഫൈലം എക്കൈനോഡെർമാറ്റ ട്ടാ. എക്കൈനോഡെർമാറ്റയുടെ ഫീച്ചർ ആണ് കൽക്കാരിയസ് ഓസിക്കിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണേ. ഇതൊക്കെ ചിലപ്പോൾ എക്സാംസിന് ചോദിക്കാം. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ആ ഫൈലം കംപ്ലീറ്റ് പഠിച്ചു തീർക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിരിക്കും. ഇത് HSCക്ക് ചോദിച്ച ചോദ്യം, NIOSന്റെ അല്ല, HSCക്ക്. പക്ഷെ ഇങ്ങനത്തെ സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NIOS ഒക്കെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഫിഗേഴ്സ്. 3 ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ജീവികളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? എ ആരാ? ആർക്ക് പറയാ? എ ആരാ? Balanoglossus. വെരി ഗുഡ്, ബലാനോഗ്ലോസസ്. ബലാനോഗ്ലോസസ് ഞാൻ ഇവിടെ കൊടുക്കാം, ആൻസറിൽ ഇവിടെ കൊടുക്കാം. എ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആരാണ്? ബലാനോഗ്ലോസസ്. ബലാനോ 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 ബലാനോഗ്ലോസസ്. ബലാനോഗ്ലോസസ്. ഓക്കെ, ബലാനോഗ്ലോസസ്. ഇത് ബലാനോഗ്ലോസസ് ആണ്. ബലാനോഗ്ലോസസ്. ഇനി ഇതാരാ? ഇതിനെ കണ്ടിട്ടുണ്ടാ? ഇത് ഫൈലം എന്നലിഡേത്തെ ഒരാളാണ്. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാം. ആരെയാള്? രണ്ടാമത്തെ ബി. ബി ആരാ? ബി ആരാ മക്കളെ? ആർക്കും പറയാല്ലേ? സന ഉറങ്ങിയ? ബി ആരാ? നീറിസ്. എന്താണ്? നീറിസ് എന്നുള്ള ഒരു ജീവിയാണ്. ഫൈലം അന്നലിഡ. എർത്ത് വേമിന്റെയും ലീച്ചിന്റെ ഒക്കെ ഫൈലത്തിൽ പെട്ട ഒരാളാണ് നമ്മുടെ നീറിസ്. നീറിസ് പഠിച്ചു വെക്കണേ മക്കളെ, നീറിസ്. ഇനി അടുത്ത ആളാണ് നമ്മുടെ സി. സി ആരാ? സി ആരാ? സി കണ്ടിട്ടുണ്ടോ? നമ്മൾ ലിവർ ഫ്ലൂക്ക് എന്ന് പറയും കേട്ടാ. നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസിൽ പെട്ട ആളാണ് ലിവർ ഫ്ലൂക്ക്. ഓക്കെ, ചിലപ്പോ എക്സാമിന് ചോദിക്കും ഈ ഓരോ ഫൈലത്തിൽ ഇത് ഇവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇവർ ഏത് ഫൈലത്തിൽ പെടുന്നു എന്ന്. ഇത് ബലാനോഗ്ലോസസിന്റെ ഫൈലം ഹെമികോർഡാറ്റ, നീറിസിന്റെ ഫൈലം എന്നലിഡ, ലിവർ ഫ്ലൂക്കിന്റെ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. നോക്കിയേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ പേര് തരും, ബലാനോഗ്ലോസസ് എന്ന് തന്നിട്ട് ഈ ബലാനോഗ്ലോസസിന്റെ ഫൈലം എഴുതാൻ പറയും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹെമികോർഡാറ്റ എന്ന് എഴുതാം. നീറിസിന്റെ പേര് തരും, എന്നിട്ട് നമ്മളോട് പറയും ഇത് ഏത് ഫൈലത്തിൽപ്പെട്ട ആളാണ്. ഇത് ഫൈലം എന്നലിഡ. ലിവർ ഫ്ലൂക്കിന് തരും, ലിവർ ഫ്ലൂക്ക് തന്നിട്ട് നമ്മളോട് പറയും ഇവർ ഏത് ഫൈലത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് എഴുതാം ലിവർ ഫ്ലൂക്ക് ബിലോങ്സ് ടു നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ്. അപ്പൊ ആ രൂപത്തിൽ. അപ്പൊ നിങ്ങൾ എല്ലാ ഫൈലത്തിന്റെ എക്സാമ്പിൾസും അവരുടെ ഫീച്ചേഴ്സും മനസ്സിലാക്കണം. ഇങ്ങനെ കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും ചോദ്യം. ഇത്ര പോലെ ചോദ്യങ്ങളല്ലേ? The following are organs of certain animals. പാരാപോഡിയ. പാരാപോഡിയ ആരുടെ ഫീച്ചറാ? നിങ്ങൾ പറ. ഇപ്പൊ ഞാൻ പറഞ്ഞു, പാരാപോഡിയ ആരുടെ ഫീച്ചറാ? അങ്ങനെയല്ലല്ലോ ചോദ്യം അല്ലെ. The following are organs of certain animals. താഴെ കൊടുത്തത് ഓരോ ജന്തുക്കളുടെ ഓരോ ശരീരഭാഗങ്ങളാണ്, അവയവങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേത് ശരീരഭാഗമാണ് എക്സ്ക്രീഷന് സഹായിക്കുന്നത്? ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് എക്സ്ക്രീഷന് സഹായിക്കുന്നത്? നിങ്ങൾ പറ. ഏതൊക്കെ ശരീരഭാഗങ്ങൾ എക്സ്ക്രീഷന് സഹായിക്കുക? ഇവിടെ ഇതിന്റെ ആൻസർ എന്താ? പാരാപോഡിയ. പ്രൊബോസിസ് ഗ്ലാൻഡ്. വെരി ഗുഡ്. പ്രൊബോസിസ് ഗ്ലാൻഡ് ഹെമികോർഡാറ്റയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് അല്ലേ? പിന്നെ ഏതെങ്കിലും അറിയോ നിങ്ങൾക്ക്? ഫ്ലെയിം സെൽസ് ആരുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ്? ഫ്ലെയിം സെൽസ് എക്സ്ക്രീറ്ററി ഓർഗൻ ആണോ? അതെ. ഫ്ലെയിം സെൽസ് ആരുടെ എക്സ്ക്രീറ്ററി ഓർഗനാ മക്കളെ? പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ,
ഫ്ലെയിം സെൽസ് എക്സ്ക്രീറ്ററി ഓർഗനാ. ആരുടെ എക്സ്ക്രീറ്ററി ഓർഗനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ, ഇനി അടുത്തത് പ്രബോസിസ് ഗ്ലാൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലേ? അതെ, പ്രബോസിസ് ഗ്ലാൻഡ് എക്സ്ക്രീറ്ററി ഓർഗനാ. പ്രബോസിസ് ഗ്ലാൻഡ് ഇസ് എൻ എക്സ്ക്രീറ്ററി ഓർഗൻ. ആരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ പറയണം, മക്കൾ എഴുതണം. ആരുടെ എക്സ്ക്രീറ്ററി ഓർഗനാ? ആരുടെ എക്സ്ക്രീറ്ററി ഓർഗനാ? പറ മക്കളെ. ആ അതന്നെ, ഹെമികോർഡേറ്റ. ആരാണ്? ഹെമികോർഡേറ്റയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് നമ്മുടെ പ്രബോസിസ് ഗ്ലാൻഡ്. ഓക്കെ, ഇന്നത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടാ. നോക്കിയേ, ഇത് പഠിക്കണം. ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ആൻസേഴ്സ്. ഇത് പഠിക്കണം കേട്ടാ. ഇനി അടുത്ത ചോദ്യം എന്താ? നെയിം ദ ഓർഗൻസ് ബിയറിംഗ് ദീസ് ഓർഗൻസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫൈലം. ഓക്കെ, ഈ സാധനങ്ങൾ പാരാപോഡിയ ആർക്കുള്ളത്, ഫ്ലെയിം സെൽസ് ആർക്കുള്ളത്, പ്രബോസിസ് ഗ്ലാൻഡ് ആർക്കുള്ളത്, കോംബോപ്ലേറ്റ്സ് ആർക്കുള്ളത് എന്ന് നമ്മൾ കണ്ടെത്താനാ പറയുന്നത്. പാരാപോഡിയ ഉള്ളത് ഫൈലം എന്നലിഡ. ഫ്ലെയിം സെൽസ് ഉള്ളത് ആർക്കാ? നമ്മളിപ്പോ പറഞ്ഞു പ്ലാറ്റി ഹെൽമിന്തസ്. പ്രബോസിസ് ഗ്ലാൻഡ് ഉള്ളത് ആർക്കാ? ഹെമികോർഡേറ്റ. കോംബോപ്ലേറ്റ്സ് ഉള്ളത് ആർക്കാ? ടീനോഫോറ. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ ആൻസേഴ്സ് ചെയ്യണം കേട്ടാ. ഇനി അപ്പൊ നമ്മുടെ 10 ഫൈലങ്ങൾ കഴിഞ്ഞു. ഇനി 11ാമത്തെ ഫൈലം കൂടി ജസ്റ്റ് ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, 11ാമത്തെ ഫൈലം കൂടി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. അത്യാവശ്യം ആയല്ലോ അല്ലെ? 11ാമത്തെ ഫൈലമാണ് ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റ നമ്മുടെ ഫൈലമാണ് ഫൈലം കോർഡേറ്റ. മനുഷ്യന്മാരുടെ ഫൈലമാണ് ഫൈലം കോർഡേറ്റ. നമ്മൾ എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സൈഗോട്ട് ആയിട്ടാണല്ലോ എംബ്രിയോ ആവുക. സൈഗോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അച്ഛന്റെ സ്പേംസുകളും അമ്മയുടെ എഗ്ഗും കൂടിയിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാവും അല്ലെ? ആ സൈഗോട്ട് വലുതായിട്ട് എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതൊരു എംബ്രിയോ ആണ്. ഇത് കോർഡേറ്റയുടെ എംബ്രിയോ ആണ്. ഈ എംബ്രിയോ നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ കാണാനുണ്ടാവും. ഒരു ഇരുമ്പ് തണ്ട് പോലത്തെ ഒരു വലിയ സ്ട്രക്ചർ കാണാനില്ലേ? ഈ സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് നോട്ടോകോഡ്. ഈ എംബ്രിയോ വലുതാവുന്നതിനനുസരിച്ച് ഈ നോട്ടോകോഡ് നട്ടെല്ലായിട്ട് മാറും, കുഞ്ഞുങ്ങളുടെ നട്ടെല്ലായിട്ട് മാറും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നോട്ടോകോഡാണ് പിന്നീട് നട്ടെല്ലായിട്ട് മാറുക. ഈ നോട്ടോകോഡ് ഉള്ള ജീവികളെയാണ് നമ്മൾ കോർഡേറ്റ എന്ന് പറയുന്നത്. നോട്ടോകോഡ് ഉള്ള ജീവികളെയാണ് കോർഡേറ്റ എന്ന് പറയുന്നത്. എല്ലാവർക്കും നട്ടെല്ലുണ്ടാവില്ല, എല്ലാ ജീവജാലങ്ങൾക്കും നട്ടെല്ലുണ്ടാവില്ല. നട്ടെല്ലുള്ള ജീവികളെ അല്ലെങ്കിൽ നോട്ടോകോഡ് ഉള്ള ജീവികളെയാണ് നമ്മൾ കോർഡേറ്റ എന്ന് പറയുന്നത്. ഇവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ ഇവർക്ക് നോട്ടോകോഡ് ഉണ്ട്. ഈ നോട്ടോകോഡ് വലുതായിട്ടാണ് വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, നോട്ടോകോഡ് ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ്. ഫൈലം കോർഡേറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നോട്ടോകോഡ് ഉണ്ട്. പിന്നെന്താണ്? ഒരു ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്. ഒരു നെർവ് കോഡ്, ഈ നോട്ടോകോഡിന് പുറത്തു കൂടെ ഒരു നെർവ് കോഡ് പോകുന്നുണ്ട്. അതാണ് ഇവരുടെ സ്പൈനൽ കോഡായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അടുത്തത് പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. നോക്കി, ഗിൽസുകൾ ഉണ്ട്. ഇപ്പൊ ഇതൊരു മീനാണെന്ന് വിചാരിച്ചു. മീനിന് എന്താണ്? കുറെ ഗിൽ സ്ലിറ്റ്സുകൾ ഉണ്ട്. ഇത് ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് മാറും. ഓക്കെ, ഇതൊരു എംബ്രിയോ ആണ്. എംബ്രിയോ വലുതായിട്ടാണ് വലിയൊരു ജീവിയായിട്ട് മാറുന്നത്. ഇവർക്ക് എന്ത് സിമ്മട്രിയാ? ബൈലാറ്ററൽ സിമ്മട്രി. ഇപ്പൊ മനുഷ്യന്മാരുടെ സിമ്മട്രി എന്താണ്? ബൈലാറ്ററൽ ആണ് അല്ലെ? ഇനി അടുത്തത്, ഇവർക്ക് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലാസ് ഒന്ന് കേൾക്കണേ. ഇനി അടുത്തത് സീലോമേറ്റ് ആനിമൽസ് ആണ്. സീലോമേറ്റും എന്താണെന്ന് പിക്ചർ സഹിതം കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ക്ലാസ് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഓരോ സംവിധാനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലോട്ടും എത്തിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ശരീരത്തിൽ ശ്വാസം എടുക്കാൻ സഹായിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. ഓക്കെ, അങ്ങനെ പല പല സിസ്റ്റംസും ഇവരുടെ ശരീരത്തിലുണ്ട്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഫൈലം കോർഡേറ്റയ്ക്ക് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എക്സാംസിന് ചോദിക്കും. ഇപ്പൊ ഇതുവരെ നമ്മൾ 10 ഫൈലങ്ങൾ പഠിച്ചു. പോറിഫറ,
Coelenterata, Ctenophora, Platyhelminthes, Ash helminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata, കോർഡേറ്റ, അങ്ങനെ 11 ഫൈലങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അതിലെ 10 ഫൈലങ്ങളും നോൺ കോർഡേറ്റ്സ് ആണ്. ഇതുവരെ പഠിച്ച 10 ആൾക്കാർക്ക് നോട്ടോകോഡ് ഇല്ല. 11ാമത്തെ ഫൈലം എങ്ങനെയാണ് വേർതിരിഞ്ഞു നിൽക്കുന്നത് എന്നറിയോ? ഇവർക്ക് നോട്ടോകോഡ് ഉണ്ട്. നോട്ടോകോഡ് ഉള്ളത് കാരണം കൊണ്ടാണ് ഇവരെ കോർഡേറ്റ എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച ബാക്കി 10 ആളുകൾ നോൺ കോർഡേറ്റ്സ് ആണ്. അപ്പൊ ചിലപ്പോ എക്സാമിന് ചോദിക്കും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്? കോർഡേറ്റുകളും നോൺ കോർഡേറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതുവരെ നമ്മൾ പഠിച്ച 10 ആളുകളും നോൺ കോർഡേറ്റ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നോട്ടോകോഡ് ഇല്ല. അപ്പൊ എക്സാമിന് ചോദിക്കാറുണ്ട്, കോർഡേറ്റുകളുടെയും നോൺ കോർഡേറ്റുകളുടെയും കോർഡേറ്റ്സുകളുടെയും നോൺ കോർഡേറ്റ്സുകളുടെയും ഡിഫറൻസ് എന്താണെന്ന് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡേറ്റ്സുകൾക്ക് നോട്ടോകോഡ് ഉണ്ട്. കോർഡേറ്റ്സുകൾക്ക് നോട്ടോകോഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോൺ കോർഡേറ്റ്സുകൾക്ക് എന്തില്ല? നോട്ടോകോഡ് ഇല്ല. നോട്ടോകോഡ് ആബ്സെന്റ് ആണ്. ഓക്കെ, കോർഡേറ്റ്സുകൾക്ക് നോട്ടോകോഡ് ഉണ്ട്, നോൺ കോർഡേറ്റ്സുകൾക്ക് നോട്ടോകോഡ് ഇല്ല. അതാണ് ആദ്യത്തെ ഡിഫറൻസ്. ഇനി രണ്ടാമത്തേതാണെങ്കിൽ ഹാർട്ട് ഈസ് വെൻട്രൽ. വെൻട്രൽ സൈഡിലാണ് ഹാർട്ട് ഉള്ളത്. ശരീരത്തിന്റെ അകത്താണ് ഹാർട്ട് ഉള്ളത് അല്ലേ? നമ്മുടെ ശരീരത്തിന് പുറത്താണോ ഹാർട്ട്? അല്ലല്ലോ, ശരീരത്തിന് അകത്തല്ലേ, വെൻട്രൽ പൊസിഷനിലല്ലേ. അപ്പൊ കോർഡേറ്റുകൾക്ക് ഹാർട്ട് ഈസ് വെൻട്രൽ. നോൺ കോർഡേറ്റ്സുകൾക്കാണെങ്കിൽ ഇപ്പൊ ഇതുവരെ 10 കാര്യങ്ങൾ പഠിച്ചു അല്ലെ, 10 ഫൈലങ്ങൾ നമ്മൾ പഠിച്ചു. അവരുടെ ശരീരത്തിലൊക്കെ ഹാർട്ട് ഡോർസൽ സൈഡ്സിലാണ് ഉണ്ടാവുക. ഓക്കെ, കോർഡേറ്റ്സുകളുടെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം അകത്താണ്. മറ്റവരുടെ കേസിലാണെങ്കിൽ ഹൃദയം പുറം ഭാഗത്താണുള്ളത്. ഓക്കെ, പിന്നെ കോർഡേറ്റ്സുകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഡോർസൽ ഹോളോ നെർവ് കോഡ് ഈസ് പ്രസന്റ്. ഡോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നെർവ് കോഡ് പോകുന്നുണ്ട്. മക്കള് മനസ്സിലാക്കുക, ഈ നെർവ് കോഡാണ് പിന്നീട് സ്പൈനൽ കോഡായിട്ട് മാറുന്നത്. ഈ നോൺ കോർഡേറ്റ്സിന്റെ കേസിൽ നെർവ് കോഡ് എന്താണ്? വെൻട്രൽ സൈഡിലാണുള്ളത്. ഓക്കെ, കോർഡേറ്റ്സുകൾക്ക് എന്തുണ്ട്? ഒരു പോസ്റ്റ് ആനൽ ടെയിൽ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലുകൾ ഉണ്ടായിരിക്കും കോർഡേറ്റ്സുകൾക്ക്. മനുഷ്യന്മാർക്ക് വാലില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാ കോർഡേറ്റ്സുകളിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്? പോസ്റ്റ് ഭാഗത്ത്, പോസ്റ്റ് എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ പിൻവശത്ത് എന്തുണ്ട്? ഒരു വാലുണ്ട്. നോൺ കോർഡേറ്റ്സുകൾക്കോ ആനൽ ടെയിൽ എന്താണ്? ആബ്സെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു മണ്ണിര നോൺ കോർഡേറ്റാ, അതിന് വാലുണ്ടോ? ഇല്ല അല്ലെ? അപ്പോ വാല് ഇല്ലാത്ത ജീവികളുണ്ട്, വാലുള്ളതും വാലില്ലാത്തതും. പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാലില്ലാത്ത ജീവികളാണ് നോൺ കോർഡേറ്റ്സ്. കോർഡേറ്റ്സിൽ എന്താണ്? ഒരു എയ്നൽ ടെയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണേ, കോർഡേറ്റ്സും നോൺ കോർഡേറ്റ്സും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ. അപ്പൊ നിങ്ങളോട് എക്സാമിന് ചോദിക്കാണ്, 2 മാർക്കിന് ചോദിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 4 പോയിന്റ് എഴുതാം. ഓരോ പോയിന്റിനും അര മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 4 പോയിന്റ് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വരക്കാം. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ പാടന്നെ നിങ്ങൾക്ക് ഈ നോട്ട് അയച്ചു തരാം. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സ്. ഓക്കെ, വീണ്ടും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കൂട്ടാ. മെൻഷൻ എ സിംഗിൾ വേർഡ് ടേം ഫോർ ദ ഫോളോയിങ്. ഓക്കെ, ഫയൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, അത് നമ്മളോട് കണ്ടുപിടിക്കാനാ പറയുന്നത്. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇൻ മൊള്ളസ്ക്. മൊള്ളസ്കുകളിൽ കാണപ്പെടുന്ന അവരുടെ ഫീഡിംഗ് ഓർഗന്റെ പേരെന്ത്? എന്താ? റാഡുല. നേരത്തെ ഞാൻ വേറെ രീതിയിലാണ് ചോദിച്ചത്. ഓക്കെ, റാഡുല ഏത് ഫൈലത്തിന്റെ ഫീച്ചർ ആണെന്ന് നേരത്തെ ചോദിച്ചു. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇൻ മൊള്ളസ്ക്. മൊള്ളസ്കുകളുടെ റാസ്പിംഗ് ഓർഗൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പിടിക്കാൻ സഹായിക്കുന്ന, ഭക്ഷണത്തെ ബൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഓർഗന്റെ പേരെന്താന്നാ ചോദിച്ചിട്ടുള്ളത്. അതെന്താ? റാഡുലയാണ് കേട്ടാ. ഇനി അടുത്തത്, പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസംസ് ടു എമിറ്റ് ലൈറ്റ്. ലൈറ്റ് പുറത്ത് വിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരെന്ത്? എന്താ പ്രോപ്പർട്ടി? ടീനോഫോറയുടെ മെയിൻ പ്രോപ്പർട്ടി എന്താ? ബയോലുമിനസെൻസ്. എന്താണ്? ബയോലുമിനസെൻസ്.
ആ ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് ബയോലുമിനസെൻസ്. ഓക്കെ, ഇനി ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ നിഡേറിയൻസ്. നിഡേറിയൻസിലെ ആ ജനറേഷന്റെ ആൾട്ടർനേഷൻ ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, ഒറീലിയ എന്തായിട്ട് മാറി, മെഡൂസ പോളിപ്പായിട്ട് മാറി, പോളിപ്പ് മെഡൂസിയായിട്ട് മാറി എന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷന് ഒരു പേര് വിളിച്ചിരുന്നു, എന്താണ്? എന്താ മക്കളെ? മെറ്റാജനസിസ്. എന്താണ്? മെറ്റാജനസിസ്. മെറ്റാജനസിസ് എന്നാണ് കേട്ടാ. ഓക്കെ, ഇനി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുത്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? റെസ്പോൺസ് നല്ല കുറവാണ് കേട്ടാ മക്കളെ, റെസ്പോൺസ് നല്ല കുറവാണ്. ഓക്കെ, ഇങ്ങനെ പറ്റില്ല, നിങ്ങൾ പഠിച്ചിട്ടിരിക്കണം. ഓക്കെ.